എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തമിഴ്നാട് സർക്കാർ പുറത്തിറക്കിയ 23 പ്രധാന പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ വിശദമായി കാണാൻ പോകുന്നു. അതിനാൽ ഈ വീഡിയോ പരമാവധി ഒഴിവാക്കരുത്. പൂർണ്ണമായും കാണുക. ഈ വീഡിയോയിലേക്ക് പോകുന്നതിനു മുമ്പ് ഈ വീഡിയോയിലെ ലൈക്ക് ബട്ടൺ അമർത്തുക. നിങ്ങൾ ഇതുവരെ ദി ലാസ്റ്റ് ഐ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ആ ബെൽ സിം ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ശരി, ഇനി വീഡിയോയിലേക്ക് പോകാം. ആദ്യ അറിയിപ്പ്. തമിഴ്നാട്ടിലെ 10ാം ക്ലാസ് പൊതുപരീക്ഷയുടെ ഫലം പുറത്തിറങ്ങി. ആകെ 8,61,105 പേർ വിജയിച്ചു. അതിൽ 4,19,891 പെൺകുട്ടികളും 4,02,14 ആൺകുട്ടികളും വിജയിച്ചു. 96% പെൺകുട്ടികളും 92% ആൺകുട്ടികളും വിജയിച്ചു. 2026 പൊതുതെരഞ്ഞെടുപ്പിന്റെ വിജയശതമാനം കഴിഞ്ഞ വർഷത്തെ പൊതുതെരഞ്ഞെടുപ്പിനേക്കാൾ 0.50 സമാന്തരമായി 1% കൂടുതലാണ്. താൽക്കാലിക സ്കോർ ലിസ്റ്റ് 22.52 ആണ്. എന്നാൽ കുടുംബ കാർഡിന്റെ തലയിലെ ഫോട്ടോയും പേരും ഒരു സ്ത്രീയുടെ പേരിലേക്ക് മാറ്റണമെങ്കിൽ അതിനായി എവിടെയും അലയേണ്ടതില്ല. തമിഴ്നാട് പൊതുവിതരണ സംവിധാനമായ ITNPDS സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓൺലൈനായി അപേക്ഷിക്കാം. 8ാമത്തെ പ്രഖ്യാപനം. മുഖ്യമന്ത്രിയുടെ പെൺകുട്ടി സംരക്ഷണ പദ്ധതി പ്രകാരം 2026 മുതൽ 27 വരെ സാമ്പത്തിക വർഷത്തേക്ക് പുതിയ അപേക്ഷയ്ക്ക് അപേക്ഷിക്കാമെന്ന് തമിഴ്നാട് സർക്കാർ ഔദ്യോഗിക പ്രഖ്യാപനം പുറപ്പെടുവിച്ചു. പെൺകുട്ടികളുടെ ക്ഷേമം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിൽ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂവെങ്കിൽ 50,000 സാമ്പത്തിക സഹായമായി നൽകും. അതേസമയം ഒരു കുടുംബത്തിൽ 2-3 പെൺകുട്ടികളുണ്ടെങ്കിൽ ഓരോരുത്തർക്കും 25,000 എന്ന തോതിൽ സാമ്പത്തിക സഹായത്തുക നിക്ഷേപിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന യോഗ്യരായ പൗരന്മാർക്ക് ആവശ്യമായ രേഖകൾ സഹിതം അവരുടെ അടുത്തുള്ള ഈ സേവന കേന്ദ്രങ്ങൾ വഴി അപേക്ഷിക്കാം. കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ്, പുരുഷ അവകാശി ഇല്ലെന്നതിന്റെ തെളിവ്, കുടുംബ കാർഡ്, കുടുംബ വരുമാന തെളിവ് എന്നിവ അപേക്ഷിക്കുമ്പോൾ നിർബന്ധമായും ഹാജരാക്കണമെന്ന് സർക്കാർ വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 9ാം വിജ്ഞാപനം. ഈ വർഷം BE, ബിടെക് വിദ്യാർത്ഥികളിലേക്കുള്ള പ്രവേശനത്തിനുള്ള അപേക്ഷകളുടെ എണ്ണം 2 ലക്ഷം കവിഞ്ഞു. BE, ബിടെക്, PR കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷാ രജിസ്ട്രേഷൻ മെയ് 3 ആരംഭിച്ചു. TNEA-online.org എന്ന വെബ്സൈറ്റ് വഴി ഇന്നലെ വരെ അപേക്ഷിച്ചവരുടെ എണ്ണം 2,06,586 ആണ്. ഇവരിൽ 1,30,095 പേർ അപേക്ഷാ ഫീസ് സമർപ്പിച്ചു. 89,397 പേർ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചു. അപേക്ഷ രജിസ്ട്രേഷൻ ജൂൺ 2 പൂർത്തിയാകും. ജൂൺ 6 മുമ്പ് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാം. ജൂൺ 5 അപേക്ഷകർക്ക് റാൻഡം നമ്പറുകൾ അനുവദിക്കും. തുടർന്ന് ജൂൺ 29 അവർക്കുള്ള റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കും. 10ാം വിജ്ഞാപനം. മുഖ്യമന്ത്രി വിജയ് രാവിലെ സെക്രട്ടേറിയറ്റിൽ എത്തുന്നതിനാൽ സർക്കാർ ജീവനക്കാരും 10 മണിക്ക് മുമ്പ് ജോലിയിൽ പ്രവേശിക്കണമെന്ന് ഉത്തരവിട്ടിട്ടുണ്ട്. ചെന്നൈ സെക്രട്ടേറിയറ്റിലെ 40-ലധികം വകുപ്പുകളിലായി 5,500-ലധികം ജീവനക്കാർ ജോലി ചെയ്യുന്നു. മുഖ്യമന്ത്രി വിജയ് രാവിലെ എത്തുന്നതിനാൽ എല്ലാ ജീവനക്കാരും രാവിലെ 10 മണിക്ക് മുമ്പ് അവരുടെ മേശകളിൽ എത്തണമെന്ന് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. എല്ലാ സെക്രട്ടേറിയറ്റ് ജീവനക്കാരും രാവിലെ 10 മണിക്ക് മുമ്പ് ജോലിയിൽ പ്രവേശിക്കണം. കൂടാതെ ജോലി സമയം വൈകുന്നേരം 5:45 അവസാനിക്കും. രാവിലെ 10 മണിവരെ മാത്രമേ അവർക്ക് വൈകി വരാൻ അനുവാദമുള്ളൂ. അതിനപ്പുറം അവർ വൈകിയാൽ ഹാജർ രജിസ്റ്റർ അടയ്ക്കുകയും ഹാജരാകാതിരിക്കുകയോ അവധിയിൽ പോകുകയോ ചെയ്യുമെന്ന് ഉദ്യോഗസ്ഥർ എല്ലാ വകുപ്പ് ജീവനക്കാർക്കും വാക്കാലുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു. 11ാമത്തെ പ്രഖ്യാപനം. തമിഴ്നാട്ടിലെ 15 IPS ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാൻ സർക്കാർ ഉത്തരവിട്ടു. അവിനാശ് കുമാറിനെ തമിഴ്നാട് പോലീസ് വകുപ്പിന്റെ ചീഫ് IGയായി നിയമിച്ചു. ലയൺസമാൻ സ്പെഷ്യൽ ഫോഴ്സിന്റെ IGയായി ഭവാനീശ്വരിയെ നിയമിച്ചു. വെങ്കിട്ടരമണനെ സിവിൽ സപ്ലൈസ് CID DIGയായി നിയമിച്ചു. പ്രവീൺ കുമാർ അഭിനവിനെ ഉത്തരമേഖല IGയായി നിയമിച്ചു. 12ാമത്തെ പ്രഖ്യാപനം. കഴിഞ്ഞ ഏപ്രിലിൽ ഗുണ്ടായിസം തടയൽ നിയമപ്രകാരം യൂട്യൂബർ ചൌക് ശങ്കറിനെതിരെ തമിഴ്നാട് സർക്കാർ നടപടി സ്വീകരിച്ചു. പൊതുസമാധാനത്തിന് ഭംഗം വരുത്തുന്ന രീതിയിൽ തുടർച്ചയായി പ്രവർത്തിച്ചതിന് ഇയാൾക്കെതിരെ കേസെടുത്തു. വിവിധ കേസുകളിൽ ഉൾപ്പെട്ടു. ചൌക് ശങ്കറിനെതിരായ ഗുണ്ടായിസം തടയൽ നിയമം റദ്ദാക്കിക്കൊണ്ട് തമിഴ്നാട് സർക്കാർ ഇന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇതിനുള്ള ഔദ്യോഗിക ഉത്തരവ് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് അയച്ചതായും റിപ്പോർട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ മറ്റ് കേസുകളൊന്നും നിലനിൽക്കുന്നില്ലെങ്കിൽ ഉടൻ തന്നെ ജയിൽ മോചിതനാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. 13ാം പ്രഖ്യാപനം. രാജ്യത്തുടനീളമുള്ള അസിസ്റ്റന്റ് ട്രെയിൻ ഡ്രൈവർ തസ്തികകളിൽ ഒഴിവുള്ള 11,127 തസ്തികകളിലേക്ക് ഇന്ത്യൻ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് RRB പുതിയ തൊഴിൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. സർക്കാർ ജോലികൾക്ക് തയ്യാറെടുക്കുന്ന യുവാക്കൾക്കിടയിൽ ഈ പ്രഖ്യാപനത്തിന് വലിയ പ്രതികരണമാണ് ലഭിച്ചത്. പ്രാരംഭ അടിസ്ഥാന ശമ്പളം 19,990 നിശ്ചയിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ക്ഷാമബത്ത, വീട്ടുവാടക അലവൻസ്, ഗതാഗത അലവൻസ്, റണ്ണിംഗ് അലവൻസ് എന്നിവയുൾപ്പെടെ വിവിധ ആനുകൂല്യങ്ങളും നൽകും. പ്രാരംഭഘട്ടത്തിൽ പ്രതിമാസം 20,000 മുതൽ 30,000 വരെ ശമ്പളം ലഭ്യമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്.
അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് RRB ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ RRB ചെന്നൈ വെബ്സൈറ്റുകൾ വഴിയോ ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2026 ജൂൺ 14 പ്രഖ്യാപിച്ചിരിക്കുന്നു. 14ാം പ്രഖ്യാപനം. EPFO അതിന്റെ വരിക്കാർക്ക് വളരെ സന്തോഷകരമായ വാർത്ത പ്രഖ്യാപിച്ചു. EPO സേവനങ്ങൾ ഉടൻ തന്നെ വാട്സാപ്പ് വഴി ലഭ്യമാകുമെന്നും പറഞ്ഞിട്ടുണ്ട്. അംഗങ്ങളുമായുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്തുകയും PF അനുബന്ധ സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് ഈ സേവനങ്ങൾ അവതരിപ്പിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം. 15ാം പ്രഖ്യാപനം. തമിഴ്നാട്ടിലെ പൊതുജനങ്ങൾക്കിടയിൽ വിളർച്ചയും പോഷകാഹാരക്കുറവും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിതരണ പദ്ധതി പ്രകാരം ഫോർട്ടിഫൈഡ് അവശ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്നതിനെക്കുറിച്ച് സർക്കാർ സജീവമായി പരിഗണിക്കുന്നു. അതനുസരിച്ച് വിളർച്ച തടയുന്നതിന് പൊതുജനങ്ങളെ വ്യാപകമായി ബാധിക്കുന്ന വിറ്റാമിൻ എ, B12 എന്നിവയുടെ കുറവുകൾ ഇരുമ്പും ഫോളിക് ആസിഡും അടങ്ങിയ അരി ന്യായവില കടകൾ വഴി വിതരണം ചെയ്യും. കൂടാതെ രാത്രി അന്ധത പോലുള്ള രോഗങ്ങളെ തടയുന്ന വിറ്റാമിൻ എ, അസ്ഥി വളർച്ചയ്ക്ക് ആവശ്യമായ വിറ്റാമിൻ ഡി, പ്രോട്ടീൻ സമ്പുഷ്ടമായ ഗോതമ്പ് മാവ് തുടങ്ങിയ പോഷകങ്ങളടങ്ങിയ പാചക എണ്ണ റേഷൻ കാർഡ് ഉടമകൾക്ക് യാതൊരു നിയന്ത്രണവുമില്ലാതെ സർക്കാർ നൽകും. 16ാം പ്രഖ്യാപനം. തമിഴ്നാട്ടിൽ എല്ലാ വർഷവും ജൂലൈയിൽ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ഇക്കാര്യത്തിൽ തമിഴ്നാട് വൈദ്യുതി നിയന്ത്രണ കമ്മീഷൻ ഈ വർഷം വൈദ്യുതി നിരക്ക് സംബന്ധിച്ച് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തേടിയിട്ടുണ്ട്. ഇന്നു മുതൽ 2 ആഴ്ചത്തേക്ക് tnerc@tn.gov.in എന്ന വെബ്സൈറ്റ് വഴി പൊതുജനങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാം. പൊതുജനങ്ങളുടെ ഈ അഭിപ്രായങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും വൈദ്യുതി നിരക്ക് നിശ്ചയിക്കുക. നിലവിൽ അമിതമായ കടബാധ്യത കാരണം നമ്മുടെ വൈദ്യുതി ബോർഡ് അടയ്ക്കാൻ പാടുപെടുകയാണ്. തൽഫലമായി ഇത്തവണ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. കൂടിയാലോചന ആരംഭിച്ചു. 17ാം പ്രഖ്യാപനം. തമിഴ്നാട്ടിലെ 75 സർക്കാർ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് 80 കോടി രൂപ അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. ക്ലാസ് മുറികൾ, ലബോറട്ടറികൾ, കുടിവെള്ള സൗകര്യങ്ങൾ, ടോയ്ലറ്റുകൾ, പരിസ്ഥിതി മുതലായവ മെച്ചപ്പെടുത്തുന്നതിനായി 80 കോടി രൂപ അനുവദിച്ചു. നബാർഡ് ബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ തമിഴ്നാട് സർക്കാർ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നു. 18ാമത് പ്രഖ്യാപനം. ആധാർ കാർഡ് സൗജന്യമായി പുതുക്കാനുള്ള സൗകര്യം 2027 ജൂൺ 14 വരെ നീട്ടി. ഇതിലൂടെ നിങ്ങളുടെ വിവരങ്ങൾ ഓൺലൈനായി യാതൊരു ഫീസും കൂടാതെ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും. പേര്, ജനനത്തീയതി, ലിംഗഭേദം, വിലാസം, മൊബൈൽ നമ്പർ, ഇമെയിൽ വിലാസം, ബയോമെട്രിക് തുടങ്ങിയ എല്ലാ വിവരങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നതിന് നിങ്ങൾ ആധാർ എൻറോൾമെന്റ് സെന്റർ സന്ദർശിക്കണം. വിലാസം മാറ്റുന്നതിന് myadhar.gov.in എന്ന വെബ്സൈറ്റ് വഴിയും പ്രമാണം അപ്ലോഡ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും കഴിയും. 19ാം പ്രഖ്യാപനം. രാജ്യത്തുടനീളമുള്ള ക്ഷേത്രങ്ങളിലെ സ്വർണ്ണ ശേഖരത്തിന് പകരമായി അല്ലെങ്കിൽ അവയിൽ നിന്ന് പണം സമ്പാദിക്കാൻ കേന്ദ്ര സർക്കാർ സ്വർണ്ണ ബോണ്ടുകൾ പുറപ്പെടുവിക്കാൻ പദ്ധതിയിടുന്നതായി പ്രചരിക്കുന്ന വാർത്ത തെറ്റാണെന്ന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. അംഗീകൃത പ്ലാറ്റ്ഫോമുകൾ വഴി പ്രസിദ്ധീകരിക്കുന്ന ഔദ്യോഗിക വിവരങ്ങളെക്കുറിച്ച് എല്ലാ പൗരന്മാരോടും അറിഞ്ഞിരിക്കണമെന്നും സർക്കാർ അഭ്യർത്ഥിക്കുന്നു. നയപരമായ തീരുമാനങ്ങളുമായോ സർക്കാർ പദ്ധതികളുമായോ ബന്ധപ്പെട്ട ഏതു വിവരവും ഔദ്യോഗിക പത്രക്കുറിപ്പുകൾ, സർക്കാർ വെബ്സൈറ്റുകൾ, പൊതുവിവര പ്ലാറ്റ്ഫോമുകൾ എന്നിവയിലൂടെ പങ്കിടുമെന്നും പ്രസ്താവിച്ചിട്ടുണ്ട്. 20ാം പ്രഖ്യാപനം. ഗവൺമെന്റ് പരീക്ഷാ ഡയറക്ടറേറ്റ് പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം തമിഴ്നാട് സംസ്ഥാന പാഠ്യപദ്ധതി പ്രകാരം 2025 മുതൽ 26 വരെ അധ്യയന വർഷത്തിൽ സർക്കാർ സ്കൂളുകളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ജനുവരി 31 തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ടാലന്റ് സെർച്ച് പരീക്ഷ നടന്നു. ഈ പരീക്ഷയുടെ സ്കോർ വിശദാംശങ്ങൾ മെയ് 13 ഗവൺമെന്റ് പരീക്ഷാ ഡയറക്ടറേറ്റിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. നിലവിലുള്ള സംവരണ നയം പിന്തുടർന്ന് ഈ പരീക്ഷയിൽ വിദ്യാർത്ഥികൾ നേടിയ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 1000 വിദ്യാർത്ഥികളുടെ വിശദാംശങ്ങൾ അടങ്ങിയ സെലക്ഷൻ ലിസ്റ്റുകൾ ഗവൺമെന്റ് പരീക്ഷാ ഡയറക്ടറേറ്റ് ഇപ്പോൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. പ്രോത്സാഹനത്തിനുള്ള സെലക്ഷൻ ലിസ്റ്റ് tag.tn.gov.in എന്ന വെബ്സൈറ്റിൽ കാണാം. 21 അറിയിപ്പ്. 5 വർഷത്തെ നിയമപഠനത്തിന് ജൂൺ 5 വരെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാമെന്ന് തമിഴ്നാട് ഡോക്ടർ അംബേദ്കർ ലോ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ അറിയിച്ചു. 3 വർഷത്തെ നിയമപഠനത്തിനും ബിരുദാനന്തര നിയമപഠനത്തിനും പ്രവേശനത്തിന് അപേക്ഷിക്കേണ്ട തീയതികൾ പിന്നീട് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പ്രഖ്യാപിക്കുമെന്ന് തമിഴ്നാട് ഡോക്ടർ അംബേദ്കർ ലോ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ അറിയിച്ചു. 22ാം പ്രഖ്യാപനം. 11ാം, 12ാം പൊതുപരീക്ഷകളിൽ വിജയിക്കാത്ത വിദ്യാർത്ഥികൾക്ക് 30ാം തീയതി വരെ ഹയർ സെക്കൻഡറി സപ്ലിമെന്ററി പരീക്ഷയ്ക്ക് അപേക്ഷിക്കാമെന്ന് ഗവൺമെന്റ് പരീക്ഷാ ഡയറക്ടറേറ്റ് അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്കൂൾ വഴിയും സ്വകാര്യ പരീക്ഷ എഴുതിയവർക്ക് ജില്ലാ തിരിച്ചുള്ള സേവന കേന്ദ്രങ്ങൾ വഴിയും അപേക്ഷിക്കാം. ഓൺലൈൻ രജിസ്ട്രേഷൻ ഫീസും പരീക്ഷാ ഫീസും അടച്ച് അപേക്ഷിക്കാമെന്ന് സർക്കാർ പരീക്ഷാ ഡയറക്ടറേറ്റ് അറിയിച്ചു. ഒടുവിൽ 23ാം പ്രഖ്യാപനം. ചെന്നൈ ഗവൺമെന്റ് ഫിലിം കോളേജിൽ +2 പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് പ്രവേശനത്തിന് അപേക്ഷിക്കാമെന്ന് തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചു. തമിഴ്നാട് സർക്കാരിന്റെ MGR ഫിലിം ആൻഡ് ടെലിവിഷൻ പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ട് ധരാമടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കോളേജ് 6 വിഷയങ്ങളിൽ ബിരുദ കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുന്നു: ഛായാഗ്രഹണം, ഡിജിറ്റൽ ഇന്റർമീഡിയറ്റ് സിനിമാറ്റോഗ്രഫി,
സംവിധാനം, തിരക്കഥാരചന, എഡിറ്റിംഗ്, ആനിമേഷൻ, വിഷ്വൽ ഇഫക്ട്സ്. വിദ്യാർത്ഥികൾക്ക് ഫിൽം ഇൻസ്റ്റിറ്റ്യൂട്ട് tn.gov.in എന്ന വെബ്സൈറ്റിൽ നിന്ന് അപേക്ഷാ ഫോമും വിശദീകരണ ബ്രോഷറും ഡൗൺലോഡ് ചെയ്യാം. അപേക്ഷാ ഫീസും ആവശ്യമായ രേഖകളും സഹിതം പൂരിപ്പിച്ച അപേക്ഷ ജൂൺ 2 വൈകുന്നേരം 5 മണിക്ക് മുമ്പ് ഓൺലൈനായി അപ്ലോഡ് ചെയ്യണം. താഴെയുള്ള കമന്റ് വിഭാഗത്തിൽ ഈ 23 പ്രഖ്യാപനങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ കഴിയുന്നത്ര മറ്റുള്ളവരുമായി പങ്കിടുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ നിങ്ങൾ കാണണമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ സനിംഗ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നന്ദി, ആശംസകൾ.